ആപ്പിളിലും മുന്തിരിയിലും ഓറഞ്ചിലും എന്തിനേറെ മാമ്പഴത്തിൽ പോലും മായം ചേർക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒട്ടും മായം ചേർക്കാത്ത നമ്മുടെ മുറ്റത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം ചക്ക. കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ചേർത്ത് ഞാൻ ഇതിനെ വറക്കുകയാണ്. എണ്ണ ചൂടായതിനു ശേഷം വൈറ്റമിൻ എയും സിയുടെയും കലവറയായ നമ്മുടെ ചക്ക അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായി വറുത്ത് കോരിയെടുക്കുക. തയാമിൻ, പൊട്ടാസ്യം, കാൽസ്യം, അയൺ, നിയാസിൻ, സിങ്ക് തുടങ്ങിയ ധാരാളം ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചക്കയ്ക്ക്. ഹൃദയപ്രശ്നമുള്ളവർക്ക് പോലും ചക്ക നല്ലതാണ്. ചക്കയിലെ പൊട്ടാസ്യം BP കുറയ്ക്കാനും സഹായിക്കും. കൂടാതെ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് നമ്മുടെ ചക്കപ്പഴം. നമ്മളിലുള്ള വിളർച്ചയും മാറിക്കിട്ടും. അങ്ങനെ ഞാൻ എൻ്റെ ചക്കപ്പഴത്തെ നന്നായി വറുത്ത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ചക്കപ്പഴം വറുത്ത് കോരി കണ്ടപ്പോൾ എനിക്കതിനെ പിടിക്കണമെന്നൊരാകാംക്ഷ തോന്നി. കാരണം വേറൊന്നുമല്ല, കടകളിൽ മാത്രം കണ്ടുവന്ന് കടകളിൽ നിന്ന് മാത്രം വാങ്ങിക്കഴിച്ച ഞാൻ ഇന്ന് ഇത് സ്വന്തമായി ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ആ ഒരു ആകാംക്ഷ എന്നിലുണ്ടായിരുന്നു. ആസ്മ രോഗികൾക്കും നല്ലതാണ് ചക്ക. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രോഗമാണ് തൈറോയ്ഡ്. അതിന് ഏറ്റവും ഉത്തമമാണ് ഈ ചക്ക. ഹോർമോൺ ഉൽപ്പാദനം ശരിയായി നടക്കുകയും ചെയ്യും. അങ്ങനെ എൻ്റെ ചക്ക വറുത്തത് നിങ്ങളും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ.